യിരെമ്യാവിന്റെ പുസ്തകം 31 അധ്യായം അതിന്റെ 33 വായിക്കുമ്പോൾ പറയുന്നത്, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഹല്ലേലൂയ. പണ്ടത്തെ കാലത്ത് മോശയുടെ ആ കൽപ്പലകയിൽ എഴുതി മോശയ്ക്ക് കൊടുത്ത ആ നിയമപുസ്തകം ഇന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ആ പലകയിൽ ദൈവം എഴുതി തന്നിരിക്കുവാണ്. അപ്പോൾ ദൈവം പറയുവാണ്, ഞാനൊരു പുതിയ നിയമത്തെ അവർക്ക് പകരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പുതിയ നിയമം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നമുക്ക് തന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ആ കൽപ്പലക എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിനകത്ത് ആ നിയമം നമ്മുടെ ഉള്ളിനകത്ത് തന്നിരിക്കുവാണ്. കാരണം നമ്മളിനി പാപത്തിലേക്ക് നമ്മളിനി എന്തെങ്കിലും പാപം ചെയ്തു പോയാൽ തന്നെ നമ്മളോട് ക്ഷമിക്കുന്ന, നമ്മളോട് കരുണ കാണിക്കുന്ന നല്ലൊരു ദൈവമാണ്. ഒരു പ്രാവശ്യം നമ്മൾ പാപം ചെയ്യും, 2 പ്രാവശ്യം നമ്മൾ പാപം ചെയ്യുമായിരിക്കും. പക്ഷേ 3-ാമത്തെ പ്രാവശ്യം പാപം ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഓർക്കും നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ. കാരണം എത്ര പാപം ചെയ്തിട്ടും നമ്മളെ ശിക്ഷിക്കുന്നില്ല, നമ്മളെ സ്നേഹിക്കുന്നേ ഉള്ളൂ. എത്ര പാപം ചെയ്തിട്ടും ആ പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ നമുക്ക് തന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമുക്ക് തോന്നും, ഇല്ല, ഇനി എനിക്ക് എൻ്റെ അപ്പനെ വിഷമിപ്പിക്കാൻ പറ്റത്തില്ല, ഇനി എൻ്റെ അപ്പനോട് എനിക്ക് തെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ഇഷ്ടമായിരിക്കാം ഞാൻ ഇന്നത് ഈ കാര്യം എനിക്ക് ചെയ്യണമെന്നുള്ളത്, പക്ഷെ എൻ്റെ അപ്പയ്ക്ക് ഇഷ്ടമല്ലാത്തത് ഞാൻ ഇനി ചെയ്യത്തില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ വരുവാനിടയാകും. അതുകൊണ്ടാണ് പറഞ്ഞത്, പഴയ നിയമത്തെ, ആ കൽപ്പലകയിൽ എഴുതിയ ആ നിയമത്തെ ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവം ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ നിയന്ത്രിച്ച് നമ്മളെ കൊണ്ടുപോകുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് പാപം ചെയ്യണം എന്നുള്ള ടെംപ്റ്റേഷൻസ് ഉണ്ടായാൽ പോലും കർത്താവ് പറയുന്നത്, എൻ്റെ കൃപ നിനക്ക് മതി, നിന്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി തികഞ്ഞു വരും, എൻ്റെ കൃപ നിനക്ക് മതി എന്നാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നുമ്പോൾ തന്നെ നമുക്ക് തോന്നും, അയ്യോ ഇല്ല, എനിക്ക് പറ്റത്തില്ല, കാരണം ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളാണ്, എൻ്റെ